കണ്ണൂർ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കൽ സംഘം വീണ്ടും സജീവമാവുകയാണോ? കരിപ്പൂരിലെ സ്വർണം പൊട്ടിക്കലിൽ അറസ്റ്റിലായവരിൽ CPM ബ്രാഞ്ച് സെക്രട്ടറിയും വട്ടപ്പോയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത് മുഴക്കുന്നാണ് അറസ്റ്റിലായത്. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ 13 പേരെയാണ് വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് പിടികൂടിയത്. ഇവരുടെ 2 ഇന്നോവ കാറുകളും 1 സ്കൂട്ടറും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അർജുൻ കല്യാട് വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, തുടരെ സംഭവങ്ങൾ ഈ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടുണ്ടാവുകയാണ്. അറസ്റ്റിലായവരുടെ വിശദാംശങ്ങളും പശ്ചാത്തലവും എന്താണ്? മാധു, തീർച്ചയായിട്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവമായി മാറുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള 2-3 സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ തന്നെ പിലാത്തറയിൽ ഒരു സ്വർണം പൊട്ടിക്കൽ സംഭവം നടന്നിരുന്നു. അതിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ഇന്നിപ്പോൾ കരിപ്പൂരിൽ നടന്നിട്ടുള്ള, ഇന്നലെയാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയിട്ടുള്ള 13 പേരെ അവിടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതിൽ 9 പേർ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ളവരാണ്. അതിൽ നേരത്തെ തന്നെ CPM നേതൃത്വവുമായി ബന്ധപ്പെട്ട് സ്വർണം പൊട്ടിക്കൽ, അതുപോലെ തന്നെ കൊട്ടേഷൻ സംഘങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുവെന്ന് കണ്ട് CPM പിന്നീട് പാർട്ടിയിൽ അംഗത്വത്തിൽ നിന്ന് ഉൾപ്പെടെ മാറ്റി നിർത്തിയിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CPIM-ന്റെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി തന്നെ ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മുഴക്കുന്ന് വട്ടപ്പൊയിൽ ബ്രാഞ്ച് സെക്രട്ടറി ശരത് മുഴക്കുന്നാണ് ഈ കേസിൽ ഉൾപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരാൾ. അതിനു പുറമെ മുഴക്കുന്ന് പ്രദേശത്ത് തന്നെയുള്ള അക്ഷയ്, കനകരാജ് തുടങ്ങിയ CPM ബന്ധമുള്ള CPM-ന്റെ അനുഭാവികളും പ്രവർത്തകരും DYFIയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകരുമൊക്കെയായി പ്രവർത്തിക്കുന്ന CPM ബന്ധമുള്ളവർ ഈ കേസിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. മാധു, നമുക്കറിയാവുന്നതാണ്, നേരത്തെ തന്നെ കണ്ണൂർ ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് CPM-മായി ബന്ധമുള്ള നിരവധിയായിട്ടുള്ള ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘാംഗങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വാർത്തകൾ സജീവമായി ഒരു കാലത്ത് നിലനിന്നിരുന്നു. ആ ഘട്ടത്തിൽ CPM-ന്റെ നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറുകയും ചെയ്ത സംഭവങ്ങളാണ്. എന്നാൽ ഇടക്കാലത്ത് അത്തരം വാർത്തകളെല്ലാം തന്നെ ഇല്ലാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങളിൽ നിന്ന് പാർട്ടി ഇവരെ പൂർണ്ണമായും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അത്തരം സംഘങ്ങൾ സജീവമാവുന്നു. പാർട്ടിയിൽ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ തന്നെ ഇത്തരം സംഘങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു, ഈ സംഘത്തിൽ ഉൾപ്പെടുന്നു, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി തന്നെ കാണേണ്ടതാണ്. CPM നേതൃത്വത്തിന് വലിയ തലവേദന തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ 13 പേരും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ CPM നേതൃത്വം ഇതിന് മറുപടി പറയാൻ കാരണം ഒരു ബ്രാഞ്ച് സെക്രട്ടറിയാണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകരല്ല. നേരത്തെയൊക്കെ അത്തരം പ്രവർത്തകരാണ് ഉണ്ടായിരുന്നത്. അതായത് മുൻപ് ഒരു 6-7 മാസങ്ങൾക്ക് മുൻപൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ അന്നൊക്കെ സാധാരണ പ്രവർത്തകരായിരുന്നു ഇതിനകത്ത് ഉൾപ്പെട്ടിരുന്നത് എന്നുള്ള ന്യായീകരണം പറഞ്ഞ് CPM നേതൃത്വം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണ്. പക്ഷേ ഇപ്പോൾ ഒരു ബ്രാഞ്ച് സെക്രട്ടറി തന്നെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായും പാർട്ടി നേതൃത്വത്തിന് അത് വലിയ തലവേദനയായി തന്നെ മാറുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിനകത്ത് കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത്, ഇവരുടെ സംശയിക്കാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യത്തിലെല്ലാം പോലീസ് ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. കാരണം ഇവരുടെ വാട്സപ്പ് ചാറ്റുകളും മൊബൈലുകളും ഒക്കെ പോലീസ് പരിശോധിച്ച ഘട്ടത്തിലാണ് ഇവർക്ക് സ്വർണം പൊട്ടിക്കൽ സംഘം, അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലിന് വേണ്ടിയാണ് ഇവർ ആ വിമാനത്താവളത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യം പോലീസിന് വ്യക്തമാവുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആസൂത്രിത കവർച്ചയാണ് ഇവർ ലക്ഷ്യം വെച്ചത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാവുന്നത്. അതിൽ ഒരു CPM ബ്രാഞ്ച് സെക്രട്ടറിയും ഉൾപ്പെട്ടിരിക്കുന്നു എന്നത് വലിയ ഗൗരവത്തിൽ തന്നെ കാണേണ്ടുന്ന ഒരു കാര്യം കൂടിയാണ്. മാധു, ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.